സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന ചിത്രം തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിലാണ് ടൈറ്റിൽ റോളിലെത്തുന്ന രാജേഷ് മാധവൻ. പ്രൊമോഷനിടെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ തന്റെ കുടുംബത്തെക്കുറിച്ച് നടൻ രാജേഷ് മാധവൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ വൈറലാക്കുന്നത്. ഉണ്ടായിരുന്ന ജോലി കളഞ്ഞിട്ടാണ് താൻ സിനിമയിലേക്ക് എത്തിയതെന്ന് പറയുകയാണ് രാജേഷ് മാധവൻ. ഒരു ഘട്ടത്തിൽ തനിക്കിനി പണിക്ക് പോകാനാകില്ല എന്ന് അച്ഛൻ പറഞ്ഞതായും രാജേഷ് മാധവൻ പറയുന്നു. ഭയങ്കര ചെറിയ ഒരു വീടും സാമ്പത്തികമായി അത്രയൊന്നുമില്ലാത്ത കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അച്ഛൻ മാത്രം ജോലി ചെയ്തിട്ടുള്ള വരുമാനമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് കാസർഗോഡിന് പുറത്തൊരു ലോകമുണ്ടെന്ന് തന്നെ അറിയില്ല എന്നുള്ള പോലെയാണെന്നും രാജേഷ് മാധവൻ തുറന്നു പറയുന്നു. എന്നിരുന്നാലും അച്ഛൻ എങ്ങനെയോ കുറച്ച് സെൻസിബിൾ ആയിട്ട് തന്നെയാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളതെന്നും രാജേഷ് മാധവൻ പറയുന്നുണ്ട്. അതുവരെ അച്ഛൻ എന്നെ സഹിച്ചിട്ടുണ്ട്. അവസാനം ഒരു ഘട്ടത്തിൽ അച്ഛൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇങ്ങനെ പോയാൽ ശരിയാകുമെന്ന് തോന്നുന്നില്ല, എനിക്ക് തീരെ പറ്റാണ്ടായി ജോലി ചെയ്യുവാൻ, നീ എന്തെങ്കിലും നോക്കിയാലേ ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാനത് അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചു എന്നാണ് രാജേഷ് മാധവൻ പറയുന്നത്. അങ്ങനെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നും രാജേഷ് മാധവൻ പറയുന്നു. അത് ഒരിക്കൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി എല്ലാ സമയത്തും എന്തെങ്കിലും അവൻ രക്ഷപ്പെടുമായിരിക്കുമെന്ന തോന്നൽ തന്നെയാണ്. ഇപ്പോൾ പക്ഷേ കുടുംബം ഹാപ്പിയാണ് എന്നും രാജേഷ് മാധവൻ പറയുന്നു. അമ്മയ്ക്ക് ഞാൻ എന്ത് ചെയ്താലും സന്തോഷമാണ്. അച്ഛനെ സിനിമ കാണിക്കുവാൻ കൊണ്ടുപോകാൻ നിന്നപ്പോൾ ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് വാശിയൊക്കെ കാണിച്ചു. നിങ്ങളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് സിനിമ എടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഇത് ഇമോഷണൽ ആണല്ലോ എന്ന് വിചാരിച്ച് കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ നടക്കുമ്പോൾ മസിൽ പിടിച്ചൊക്കെ നടക്കും അച്ഛൻ. പക്ഷേ സിനിമ അച്ഛന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. കൊള്ളാമെന്നൊക്കെയാണ് അച്ഛൻ സിനിമ കണ്ടിട്ട് പറയുകയെന്നും രാജേഷ് മാധവൻ പറയുന്നുണ്ട്. നടനും സംവിധായകനുമൊക്കെയായ ദിലീഷ് പോത്തനെ പറ്റിയും ബേസിൽ ജോസഫിനെ പറ്റിയും രാജേഷ് മാധവൻ ഈ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. സിനിമ പഠിച്ചു വരുന്നൊരു കാലമുണ്ടായിരുന്നു എനിക്ക്. അതിനു മുമ്പ് എഴുതുകയും ചെയ്യുമായിരുന്നു എന്നും രാജേഷ് മാധവൻ പറയുന്നു. എന്നാൽ ദിലീഷ് പോത്തനെ കാണുവാൻ തുടങ്ങിയതിനു ശേഷം മനസ്സിലായത് അദ്ദേഹത്തിന് സിനിമയോടുള്ള സമീപനം എന്റെ കാഴ്ചപ്പാടിനെ മാറ്റിയിട്ടുണ്ട് എന്നാണ്. അന്ന് ഇത്രയും പോലീസുകാരെ വെച്ച് സിനിമ ചെയ്യാൻ പോലീസുകാരെ തന്നെ കാസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ഞാനത് വെറുതെ പറഞ്ഞതായിരിക്കുമെന്നുള്ള രീതിയിലാണ് അതിനെ കണ്ടത്. ഇന്നത് പ്രാക്ടിക്കലാണെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷേ തൊണ്ടി മുതൽ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് വ്യക്തിപരമായി അങ്ങനെയൊന്നും ഇമാജിൻ ചെയ്യുവാൻ പോലും കഴിയുമായിരുന്നില്ല എന്നും അദ്ദേഹത്തിന്റെ ഒരു സ്ക്രിപ്റ്റിനോടുള്ള ഇടപെടൽ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, അതിലൊക്കെ ദിലീഷ് പോത്തൻ മാസ്റ്റർ ആണ് എന്നും രാജേഷ് മാധവൻ പറയുന്നുണ്ട്. മിന്നൽ മുരളിയിലെ മാറാലാഹ എന്ന ഡയലോഗ് ഓവറായി പോകുമെന്ന് പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ബേസിൽ ജോസഫ് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഓവറായിക്കോട്ടെ എന്ന് പറയും. ബേസിലിന്റെ കൂടെ അഭിനയിക്കുവാൻ പോകുന്നുണ്ട് ഞാൻ. ബേസിലിന്റെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടവുമാണ്. മിന്നൽ മുരളിയിലെ പോലീസുകാരനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കുട്ടികൾ ഫോട്ടോയൊക്കെ എടുക്കാൻ വരുന്ന സമയത്ത് അത് വലിയ സന്തോഷമാണ് തനിക്ക് പകരുന്നത് എന്നും രാജേഷ് മാധവൻ ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.